ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. നമ്മളുടെ വീട്ടിൽ അതേ തേങ്കാലി വാഴയാണ് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്. നമ്മൾ അതിനെ കുറച്ച് മാറ്റി നടാനായിട്ട് പോവാണ്. ഈ മഴ സമയമാണ് വാഴക്കന്ന് പിരിച്ച് നടുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. ഇതൊക്കെ കണ്ടോ, ഇതിപ്പോൾ പലയിടത്തും ഇപ്പോൾ വംശനാശം വന്നിട്ടുള്ളതാണ് ഈ തേങ്കാളി അല്ലെ കാളി വാഴ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് അങ്ങ് ഉയരത്തിൽ പോകും. നല്ല ടേസ്റ്റുള്ള പഴമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പൊന്നും നമ്മൾ തോരൻ വെക്കാൻ എടുക്കത്തില്ല, ഇച്ചിരി കയ്പൊക്കെ വരും. അപ്പോൾ നല്ല റോബസ്റ്റ പോലെ തന്നെ കുറച്ചധികം വലിപ്പമുള്ള ഇനമാണിത്. ഇതെങ്ങനെയാണ് പിരിച്ചെടുക്കുന്നതെന്നും അതുപോലെ നടുന്നതെന്നും ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. വാഴക്കന്ന് പിരിച്ചു വെക്കുന്നതിന് വലിയ വാഴയിൽ നിന്ന് ചെറിയ വാഴത്തൈകൾ പിരിച്ചു വെക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആയുധമാണ് ഇത്. ഇത് പൊതുവേ കാളിവാഴ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ മണ്ണുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉറച്ചു നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. അപ്പോൾ തന്നെ ഇത് നമുക്ക് പിരിച്ചെടുക്കാൻ നേരം വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം പണിപെട്ടാൽ മാത്രമേ ഇത് പിരിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വാഴവിത്ത് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. അതിന് വേണ്ടിയിട്ട് പിച്ചാത്തി ഉപയോഗിച്ച് ഇതിൻ്റെ വേരുകളെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കേടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. കേടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടാം. കേടുള്ളതാണെങ്കിൽ പുതിയതായിട്ട് നടാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ഈ വിത്തുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകളാണ്, ഒന്നിനും ഒരു കേടുമില്ല. ഇവിടുന്ന് തന്നെ നമ്മളിപ്പോൾ ഒരു 7 വാഴവിത്ത് പിരിച്ചിട്ടുണ്ട് നടാനായിട്ട്. ഇനി അപ്പുറത്തെ സൈഡിലായിട്ടാണ് നടുന്നത്. പല ആളുകളും പല രീതിയിലാണ് വാഴ നടാറുള്ളത്. നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലം. അതുകൊണ്ട് കുറച്ച് താത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ വാഴ പെട്ടെന്ന് മറിഞ്ഞു പോകും. പ്രത്യേകിച്ച് കൊലയ്ക്കാറാകുമ്പോൾ സമയത്ത് കൊല അങ്ങോട്ട് വന്ന് കുറച്ചാകുമ്പോഴത്തേന് പെട്ടെന്ന് വാഴ മറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് താത്താണ് വെക്കുന്നത്. ഏകദേശം ഒരു 1.5 അടിയോളം നമ്മളിവിടെ താഴ്ത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ വാഴവിത്താണ് കുറച്ച് വലിയ വാഴവിത്തും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് ഇത്രയും ആഴം വേണം. ആ വാഴവിത്താണ് നമ്മൾ നടാനായിട്ട് പോകുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്കക്ക പൊടിയോ വളരെ കുറച്ച് വിതറി കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ച് എല്ലുപൊടിയും കൂടെ വിതറി കൊടുത്തിട്ടാണ് നമ്മൾ വാഴവിത്ത് നടുന്നത്. സാധാരണ നമ്മൾ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുന്നതിന് വേണ്ടി കുമ്മായം ഇട്ടാണ് നടാറുള്ളത്. കുമ്മായം ഇട്ടിട്ട് 10 ദിവസം കഴിഞ്ഞാണ് പിന്നെ നമ്മൾ വാഴവിത്ത് വെക്കാറുള്ളത്. ഇത് നമ്മൾ പച്ചക്കക്ക പൊടിയാണ് ഇട്ടത്. പച്ചക്കക്ക പൊടിയുടെ കൂടെ വളമിട്ടാൽ അത് നിർവീര്യമാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സാധാരണയായിട്ട് എല്ലാവരും പറമ്പൊക്കെ നിറച്ച് കിളച്ച് മറിച്ചതിന് ശേഷമാണ് വാഴ നടുന്നത്. നമ്മളിവിടെ നടുന്നത് ഇത് ഓൾറെഡി നല്ല ജൈവ സമ്പുഷ്ടമായിട്ടുള്ള പറമ്പാണ് നമ്മളുടേത്. കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് മണ്ണെല്ലാം നല്ലതായിട്ട് ഇളകി കിടക്കുക. അതുകൊണ്ട് പറമ്പൊന്നും കിളച്ചില്ല, ഡയറക്റ്റ് കുഴിയെടുത്തു. അതിനുശേഷം നമ്മൾ ആ കുഴിയെടുത്ത മണ്ണ് തീരെ ഇതിനകത്തിട്ട് മൂടുവല്ല ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ അതിന് ചുറ്റും മണ്ണ് ഇടിച്ചങ്ങിടും. അന്നേരത്തേന് ഇതിന് വിസ്താരം കൂടും, വേര് പൊട്ടുന്നതിന് നല്ല സ്പേസ് കിട്ടും. കണ്ടോ, വാഴ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചുറ്റുപാടും ഇങ്ങനെ ഇടിച്ചിടുന്നത്. എന്നിട്ട് ചവിട്ടി ഉറപ്പിക്കും. മണ്ണ് നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ചു. ആദ്യത്തെ ആ കുഴി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ചെറിയ കുഴിയായിരിക്കും എന്ന്. കണ്ടോ, ഇതുപോലെ വാഴ നട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ മണ്ണ് കുത്തി അടുപ്പിച്ച് കൊടുക്കുമ്പോഴത്തേന് ഇതുപോലെ നല്ല വിസ്തീർണത്തിൽ നമുക്കൊരു തടവും ലഭിക്കും, നല്ല രീതിയിൽ മണ്ണിളക്കവും ലഭിക്കും. അപ്പോൾ നമ്മൾ വാഴ നട്ടു ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് 1-2 നാമ്പൂട് എടുക്കുമ്പോൾ നമ്മുടെ വാഴയുടെ മൂട് പിടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ വളം കൊടുക്കും. സ്റ്റെറാമീനും എല്ലുപൊടിയും കൂടെ കൂട്ടി വളം കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കോരി അങ്ങ് അടുപ്പിക്കും. ഇവിടെ നമ്മൾ വെട്ടി ഒന്നുകൂടെ കൂട്ടും. അപ്പോഴത്തേന് നല്ല തടവായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മളുടെ ഈ നാട്ടിൽ വാഴ കൊണ്ട് വെച്ചിട്ട് പോയാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഇവിടെ ഇത് കാണത്തില്ല. കാരണം പന്നി കുത്തിക്കൊണ്ട് പോകും. അതിനുവേണ്ടി ഞങ്ങളൊരു ചെറിയ ടിപ്പ് ചെയ്യാറുണ്ട്. ഇതുപോലെ വെള്ള കളറിലെ പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിട്ട് ഞങ്ങൾ ഇതുപോലെ അതിൽ ചുറ്റി കൊടുക്കും. രാത്രി സമയങ്ങളിൽ ഇതിൽ നിന്നൊരു റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ, ഒരു വെട്ടം ഉണ്ടാകുന്നത് കൊണ്ട് പന്നി ഇങ്ങോട്ട് അടുക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വാഴയൊക്കെ ഒരു താത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ചോട്ടിലാണ് പന്നി വന്ന് കുത്തുന്നത്. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് പന്നി ഇത് കുത്താൻ വരത്തില്ല. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വാഴയെല്ലാം വളർത്തിക്കൊണ്ട് വരുന്നത്. ചെറിയ വാഴവിത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും നമ്മൾ 4-5 കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കും. എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്ക്, വെള്ള കളറിലെ തന്നെ പ്ലാസ്റ്റിക് ചാക്ക് കെട്ടിക്കൊടുക്കും. എന്നാൽ ചില സമയത്ത് ഒറ്റയാന്മാർ ചില ബിരുദന്മാരായിട്ട് വരുന്നവരുണ്ട്. അവരിത് മൊത്തം കുത്തി ഇളക്കിക്കൊണ്ട് പോകും. ഇതൊരു ചെറിയ വാഴവിത്ത് വെക്കാനുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വലിയ ആഴമൊന്നും വേണ്ട, ഏകദേശം 1 അടിയൊക്കെ മതി. ഇതാണ് നമ്മുടെ ഇങ്ങനെ നിൽക്കണം. വാഴ വിത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ നിൽക്കണം.
ഇതുപോലെ വാഴ പിരിച്ച് വെക്കുന്നത് നമുക്ക് ഏത് സമയത്തും വെക്കാം. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത് വെക്കുകയാണെങ്കിലാണ് നല്ല രീതിയിൽ വാഴ പിടിച്ച് കിട്ടുന്നത്. കാരണം ഇതുപോലെ കയ്യും കുറച്ച് വലിപ്പമൊക്കെ ഉള്ള വാഴകളാണെന്നുണ്ടെങ്കിൽ ഈ മഴയുള്ള സമയത്ത് തന്നെ വെക്കണം. എങ്കിലേ നല്ല രീതിയിൽ വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ പുതിയതായിട്ട് വാഴ വിത്ത് വാങ്ങിച്ച് വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓണം കഴിയുമ്പോഴത്തേനും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അത് ഇതുപോലെ വാഴ വിത്തൊക്കെ പിരിച്ച് വെക്കാനുള്ളവർ ഇപ്പോഴേ വെച്ചോളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.